ഗൈസ് വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന അമിനോ ആസിഡ്സ് ആണ്. സോ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ബേസിക്കലി പ്രോട്ടീൻ ഫോർമേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സിനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് അമിനോ ആസിഡ് നോക്കാം. സോ ബേസിക്കലി അമിനോ ആസിഡിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ പറയുവാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ കാർബൺ ആറ്റം ഉണ്ടായിരിക്കും, ബോണ്ട് ടു കാർബോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ എന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട്? ഒരു സെൻട്രൽ കാർബൺ ആറ്റം ഉണ്ട്, ബോണ്ട് ടു കാർബോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് സൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് സ്വിറ്റുറിൻ ഫോർമേഷൻ ആണ്. അക്വ സൊല്യൂഷനിൽ അമിനോ ആസിഡ്സ് സ്വിറ്റുറിൻ അല്ലെങ്കിൽ ഡൈപോളാർ അയൺസ് ഉണ്ടാക്കും എന്നുള്ളതാണ് ത്രൂ ഇന്റർമോളിക്കുലർ ന്യൂട്രലൈസേഷൻ ബിറ്റ്വീൻ ദ ആസിഡ് ആൻഡ് കാർബോക്സിൽ ആൻഡ് ബേസിക്. സോ ഇവിടെ അസിഡിക്കും കാർബോക്സിലും ബേസിക്കും ഉള്ളത് കൊണ്ട് തന്നെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുകയും അങ്ങനെ എന്ത് നടക്കുന്നു, ഡൈപോൾ അയോൺസിന്റെ ഇടയിൽ എന്ത് നടക്കുന്നു, ഇൻട്രാമോളിക്കുലർ ന്യൂട്രലൈസേഷൻ നടക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്വിറ്റുറിൻ ഫോർമേഷൻ എന്ന് പറയുക. മീൻസ് ആംഫോട്ടറിക് ബിഹേവിയർ ആണ്. സോ ഈ അമൈനോ ആസിഡ്സിന് ഒരു ആംഫോട്ടറിക് ക്യാരക്ടർ ഉണ്ട്. അതായത് സോ എക്സിസ്റ്റിംഗ് എ കാറ്റൂൺ ഇൻ അസിഡിക് സൊല്യൂഷൻ. സോ എന്താണ്, അസിഡിക് സൊല്യൂഷനിൽ കാറ്റൂൺ ആയിട്ടും ആനിയോൺ ആയിട്ട് ആൽക്കലൈൻ സൊല്യൂഷനിൽ ഇരിക്കും. എന്തുകൊണ്ടാണ്? ഈ ഒരു സിട്രോണിക് ഫോർമേഷൻ അല്ലെങ്കിൽ സിട്രോണിക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അമൈനോ ആസിഡ്സ് കാറ്റൂൺ ആയിട്ട് അസിഡിക്കിലും ആൻഡ് ബേസിക്കിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ആനിയോൺ ആയിട്ട് ഇരിക്കാറുണ്ട്. സോ ഐസോ ഇലക്ട്രിക് പോയിന്റ്, ദ പി എച്ച് അറ്റ് വിച്ച് ആൻ അമൈനോ ആസിഡ് ഹാസ് നോ നെറ്റ് ചാർജ് ഈസ് കാൾഡ് ഇറ്റ്സ് ഐസോ ഇലക്ട്രിക് പോയിന്റ്. അതായത് ഒരു പി എച്ചിൽ അമൈനോ ആസിഡ്സിന് 0 ചാർജ് വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രിക് പോയിന്റ് ഓഫ് എന്താണ് അമൈനോ ആസിഡ് എന്ന് പറയുക. സോ ബേസിക്കലി പ്രോട്ടീൻ സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ടെക്നിക്കിനൊക്കെ ഒരുപാട് ഇത് യൂസ്ഫുൾ ചെയ്യാറുണ്ട്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ പറഞ്ഞുതരാം. ഇതെന്താണ്, സെൻട്രൽ കാർബൺ ആറ്റം ഉണ്ട്, ബോണ്ട് ടു കാർബോക്സിൽ ഗ്രൂപ്പ്, അമൈനോ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രജൻ ആറ്റം വിത്ത് സൈഡ് ചെയിൻ ആണ്. സോ സിട്രിൻ ഫോർമേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, അക്വ സൊല്യൂഷനിൽ അമിനോ ആസിഡ്സുകൾ സിട്രിൻ അല്ലെങ്കിൽ ഡൈപോൾ അയോൺ ഇൻട്രാമോളിക്കുലർ ന്യൂട്രലൈസേഷൻ നടക്കും എന്നുള്ളതാണ് ആസിഡ് കാർബോക്സിൽ ആൻഡ് ബേസിക് വെച്ചിട്ട്. ഇനി അത് മാത്രമല്ല, നെക്സ്റ്റ് ആംഫോട്ടറിക് ബിഹേവിയർ ഞാൻ പറഞ്ഞു. എന്താണ്, കാറ്റയോണിലാണ് എന്നുണ്ടെങ്കിൽ അസിഡിക്കും ആൻഡ് ആനിയോണിക് ആണെങ്കിൽ ആൽക്കലൈനാണ്. മറന്നു പോകരുത് കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഫ അമൈനോ ആസിഡ്സ് ആണ്. ന്യൂട്രൽ അമൈനോ ആസിഡ്, ബേസിക് അമൈനോ ആസിഡ്, അസിഡിക് അമൈനോ ആസിഡ്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ ന്യൂട്രൽ അമൈനോ ആസിഡ് പറഞ്ഞാൽ ദീസ് അമൈനോ ആസിഡ് കണ്ടെയ്ൻ 1 NH2 ഗ്രൂപ്പ് ആൻഡ് 1 COOH ഗ്രൂപ്പ് റിസൾട്ടിങ് ഇൻ എ ബാലൻസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരേ സമയത്ത് NH2ഉം COH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ ഗ്ലൈസിൻ, വലൈൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ന്യൂട്രൽ അമൈനോ ആസിഡ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, contributing to the hydrophobic core of protein. So basically protein structure and function help ചെയ്യുന്നതാണ് ന്യൂട്രൽ അമൈനോ ആസിഡ്സ്. സോ നെക്സ്റ്റ് വൺ ഇസ് ബേസിക് ആണ്. ഇവിടെ COH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, 2 അമൈനോ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പും ഉണ്ടായിരിക്കും. സോ നെറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു ബേസിക് അമൈനോ ആസിഡ്സിന് നെറ്റ് എനർജി കൊടുക്കുന്നത് അല്ലെങ്കിൽ നെറ്റ് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ലൈസിൻ ആൻഡ് ആർജിൻ ആണ് പ്രൈമറിലി എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ബേസിക് അമൈനോ ആസിഡ് COOH ഗ്രൂപ്പും 2 NH2 ഗ്രൂപ്പും ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല നെറ്റ് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത് എന്താണ്, ഈ ഒരു കോമ്പൗണ്ട്സുകൾ തന്നെയാണ്. ലൈസിൻ, ആർജിൻ ആണ് പ്രൈമർ ആയിട്ടുള്ളതെന്ന് ആലോചിക്കുക. സോ ഈ അമിനോ ആസിഡ്സ് പ്രോട്ടീൻ DNA ഇന്ററാക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ന്യൂട്രൽ അമിനോ ആസിഡ് ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, നമ്മൾ COH ഗ്രൂപ്പ് ആണ്. സോ ബാലൻസ്ഡ് ആണെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ആസിഡ് അമിനോ ആസിഡ്സ് ആണ്, കണ്ടെയ്നിങ് 2 COH ഗ്രൂപ്പ് ആൻഡ് 1 NH2 ഗ്രൂപ്പ്. സോ COH ഗ്രൂപ്പും ഉണ്ട്, NH2 ഗ്രൂപ്പും ഉണ്ട്. സോ അസിഡിക് അമിനോ ആസിഡ് ലൈക്ക് അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ഹാവ് എ നെറ്റ് നെഗറ്റീവ് ചാർജ് അറ്റ് ഫിസിയോളജിക്കൽ pH. സോ ഇവിടെ എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആണ്. സോ ബേസിക്കലി എന്തുകൊണ്ടാണ്, NH2 COHന്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. So they often participate in salt bridging, can cause a protein donor in enzymatic reaction. So enzymatic reaction salt bridge ആയിട്ട് ആക്ട് ചെയ്യുകയും അവരെന്ത് ചെയ്യാറുണ്ട്, സോ ബേസിക്കലി പ്രോട്ടോൺ ഡൊണേഷൻ നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, എൻസൈമാറ്റിക് റിയാക്ഷനിൽ പ്രോട്ടോൺ ഡോണറായിട്ട് സോൾട്ട് ബ്രിഡ്ജ് വഴി മീൻസ് അമിനോ ആസിഡ്സിന് ഫെസിലിറ്റേറ്റ് ചെയ്യാറുണ്ട്. സോ 2 COH ഉണ്ട് ആൻഡ് ഒരു NH2 ഉണ്ട്. ഈ 2 COHും NH2 ഉള്ളത് കൊണ്ടാണ് ഇതെന്താവുന്നത്, ഒരു ബേസിക്കലി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മറന്നു പോകരുത്.
കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് അമൈനോ ആസിഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. പ്രോട്ടീൻ സിന്തസിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്, മെറ്റബോളിക് പ്രോസസ്സിന് നമ്മളെ ബോഡിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഹോർമോൺ, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒക്കെ പ്രിക്വേഴ്സർ ആണ്, എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യാറുണ്ട്, നമ്മളെ ബോഡിയിലെ pH റെഗുലേഷന് പോലും അമൈനോ ആസിഡ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇത് ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾ വായിച്ചാൽ മതി. ഇത്രയും പോയിന്റ്സ് അമൈനോ ആസിഡിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതണം. 5 മാർക്കിന് പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്ങനെ ചോദിച്ചാലും 5 മാർക്ക് എന്ത് ചെയ്യുക, ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ടും കവർ ചെയ്യണം. എന്താണ് അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ക്ലാസിഫൈ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ട പോയിന്റ്സ് ആണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.